ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിൽ കേസെടുത്തു പോലീസ്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തത്. ഗാനരചയിതാവും ഗായകനും ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് കേസ്. കേസിനെ നിയമപരമായി നേരിടുമെന്നും മതവികാരം വ്രണപ്പെട്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ മടിയില്ലെന്നും ഗാനരചയിതാവ് GP കുഞ്ഞബ്ദുള്ള 24നോട് പറഞ്ഞു. VD സതീശൻ വിളിച്ചിരുന്നു, ഇങ്ങനെ കേസ് വരുമെന്ന് പറഞ്ഞ്, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു. നിയമപരമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് ഖേദം പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ FIRൽ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്? പരാതി വളരെ ഗൗരവമുള്ള ഗുരുതര കാര്യങ്ങളൊക്കെ ഈ പരാതിയിൽ പറഞ്ഞിരുന്നു. അതൊക്കെ പരിഗണിച്ചുള്ള FIR ആണോ ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? വിജയകുമാർ, ഈ പാരഡി ഗാനത്തിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന റിപ്പോർട്ട് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP ആണ് DGPക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ 4 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സൈബർ പോലീസാണ് 4 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിൽ 1-ാം പ്രതി ഈ പാട്ട് എഴുതിയ കുഞ്ഞബ്ദുള്ളയാണ്. ഒപ്പം ഈ പാട്ട് ആലപിച്ച വ്യക്തിക്കെതിരെയും, ഒപ്പം ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ള മീഡിയ CMS മീഡിയ, ഒപ്പം സുബൈർ പന്തലൂർ എന്നിവരെയും പ്രതിയാക്കിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും മതവികാരം വ്രണപ്പെടുത്തി, ഈ പാരഡി ഗാനത്തിലൂടെ മതവികാരം വ്രണപ്പെടുത്തി എന്നതാണ് FIRൽ പറയുന്നത്. ഒപ്പം ഈ അയ്യപ്പ ഭക്തി ഗാനത്തെയും ശരണമന്ത്രത്തെയും ഈ വരികളിലൂടെ അപമാനിച്ചു എന്നുകൂടി ഈ FIRൽ പറയുന്നുണ്ട്. ഗുരുതരമായ പരാമർശങ്ങളാണ് 4 പേർക്കെതിരെയും FIRൽ ഉള്ളത്. ഈ റിപ്പോർട്ട് കിട്ടിയതിന് തൊട്ട് പിന്നാലെ നിയമ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ ഈ നടപടി നിയമപരമായി തന്നെ നേരിടുമെന്നുള്ള പ്രതികരണമാണ് ഇതിൻ്റെ ഗാനരചയിതാവും മറ്റ് ഈ പാട്ട് പാടിയ ആളും പറയുന്നത്. എന്തായാലും വലിയ വിമർശനത്തിന് കൂടി ഈ നടപടി വിധേയമായിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നതാണ് കോൺഗ്രസും UDFും ഈ പോലീസ് നടപടിയെ, അല്ലെങ്കിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നടപടിക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും നാളെയും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പാട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിരുന്നു. അത് UDFും BJPയും ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ ഒരുപോലെ ഉപയോഗിച്ചൊരു ഗാനം കൂടിയാണ്. അത് CPMനെ സംബന്ധിച്ച് വലിയ ഒരു കോട്ടം ഉണ്ടാക്കിയെന്ന് നേതാക്കളിൽ പലരും പറയുന്നുമുണ്ട്, പരസ്യമായും രഹസ്യമായും ഉൾപ്പെടെ പറയുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പാട്ട് എഴുതിയവർക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർ നടപടികൾ ഏത് തരത്തിലായാലും അതിനെ നേരിടും എന്നുള്ള പ്രതികരണമാണ് ഈ കേസെടുത്ത പ്രതികളിൽ നിന്നും ഉണ്ടാകുന്നത്. വിജയകുമാർ, FIRൽ പറയുന്നത് അയ്യപ്പ ഭക്തി ഗാനത്തെയും ശരണമന്ത്രത്തെയും അപമാനിച്ചു, മതസ്പർദ്ധയുണ്ടാക്കി സമൂഹത്തെ ഇളക്കിവിടാൻ ശ്രമിച്ചു. ഇത്തരം കാര്യങ്ങളാണ് ഈ FIRൽ പറയുന്നത്. പരാതിയിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ FIRലുമുണ്ട്. അതേസമയം മതവികാരം വ്രണപ്പെട്ടു എങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കാൻ മടിയില്ല എന്നാണ് ഗാനരചയിതാവ് പറയുന്നത്. മറ്റ് കാര്യങ്ങൾ നിയമപരമായി നേരിടും എന്നും പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, പിന്തുണ അറിയിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നേരത്തെ 24നോട് സംസാരിച്ചപ്പോൾ ഈ GP കുഞ്ഞബ്ദുള്ള പറഞ്ഞത്. വിശദാംശങ്ങളാണ് MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.